ഹലോ ഗൈസ്, വെൽക്കം ടു ടർബോ ടോക്സ്. ഇന്ന് നമുക്ക് വർക്കിന് വന്നിരിക്കുന്നത് 2023 മോഡൽ സ്വിഫ്റ്റ് ആണ്. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്. DHC എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് DHCയുടെ 4GB 32GB വരുന്ന സെൻ എന്ന് പറഞ്ഞൊരു മോഡൽ ആൻഡ്രോയിഡ് ആണ്. ഇത് ആക്ച്വലി ഒരു ലൈസൻസ്ഡ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൻഡ്രോയിഡ് ആണ്. ഇത് ഒക്ടാകോർ പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഒക്ടാകോർ പ്രോസസ്സർ, അതുപോലെ തന്നെ ഇത് ഒരു 360 സപ്പോർട്ടുള്ള ഒരു ആൻഡ്രോയിഡ് ആണ്. ഈ വണ്ടിയിൽ നമ്മൾ ഫോഗ് ലാമ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സൺ ഫിലിം നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. ഈ വണ്ടിയുടെ വർക്കിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. എവരിബഡി സ്റ്റേ ട്യൂൺഡ്. ഈ വണ്ടിയിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് 9 ഇഞ്ച് ആൻഡ്രോയിഡ് ആണ്. അപ്പോൾ 9 ഇഞ്ച് ആൻഡ്രോയിഡിനുള്ള ഫ്രെയിമാണ് നമ്മളിപ്പോൾ ഈ വെക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ഫോഗ് ലാമ്പ് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അത് മാറ്റിയിട്ട് നമ്മളിത് ഈ ഒരു ഷേപ്പിലുള്ളൊരു ഫോഗ് ലാമ്പിൻ്റെ കവർ നമ്മളിതിൽ ഇൻസ്റ്റാൾ ചെയ്യാണ്. ഇതാകുമ്പോൾ കറക്റ്റ് ആ ഒരു ഫോഗ് ലാമ്പിൻ്റെ ആ ഒരു ഷേപ്പ് ഇതിൽ കിട്ടും. ആ ഒരു കട്ടിങ് ഇതിലുണ്ട്. അതുപോലെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പെൻഡെയർ എന്ന ബ്രാൻഡിൻ്റെ ഫോഗ് ലാമ്പാണ്. പെൻഡെയർ എന്ന് പറഞ്ഞാൽ പ്രീമിയം ബ്രാൻഡാണ്. ആ ബ്രാൻഡിൻ്റെ ഫോഗ് ലാമ്പാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വയറിംഗ് കിറ്റും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇത് ഫുൾ ഒരു വയറിംഗ് കിറ്റാണ്. ഇതിൽ നമ്മൾ വയറൊന്നും കട്ട് ചെയ്യുന്നില്ല. ഇത് ഫുൾ സോക്കറ്റാണ്. ഈ സോക്കറ്റാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ റിലേ അടക്കം ഇതിൽ വരുന്നുണ്ട്. നമ്മൾ റിലേ അടക്കമാണ് നമ്മളിതിൽ ചേഞ്ച് ചെയ്യുന്നത്. റിലേ, ഫ്യൂസ് എല്ലാം, സ്വിച്ച് അടക്കം ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ സ്വിച്ചാണ്. നമ്മൾ സ്വിച്ച് അടക്കമാണ് നമ്മളിതിൽ ചേഞ്ച് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ വയർ കട്ടിങ് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റ് ഫിറ്റാണ്. അപ്പോൾ നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ ഇൻസ്റ്റാളേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഫോഗ് ലാമ്പിൻ്റെ ഇപ്പോഴത്തെ ലുക്ക് ഇതാണ്. മുമ്പ് ഫോഗ് ലാമ്പ് ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഫുൾ ഫ്രെയിമോടെയാണ് നമ്മൾ മാറ്റി ഒരു പുതിയ ഫോഗ് ലാമ്പ് ആഡ് ചെയ്തേക്കുന്നത്. അതുപോലെ സ്റ്റീരിയോൻ്റെയും ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്ക്.